ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു 5 മിനിറ്റ് റെസിപ്പീസ്. എല്ലാവർക്കും 5 മിനിറ്റ് റെസിപ്പീസിൻ്റെ ബക്രീദ് ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് കുറച്ച് ചെറുപയർ ഒന്ന് വെള്ളത്തിൽ പുതിർത്ത് വെക്കാം. അതിനുശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ചെറുപയർ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുപയർ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുക്കറിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ചെറുപയർ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളവും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വിസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4 വിസിൽ വരെയെങ്കിലും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേ സമയം നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരു 4 വിസിൽ വന്നതിന് ശേഷം അതിലുള്ള പ്രഷർ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ പാടില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് ജാഗരി സിറപ്പ്, അതായത് നമ്മുടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ വിസിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് വിസിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഒരു വിസിലിന് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര പാനി നന്നായിട്ട് ഈ ഒരു ചെറുപയറിലോട്ടേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊരു പാത്രത്തിലോട്ടേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ എടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കവർ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കവർ പാലാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോഴേക്കും ജാഗരി സിറപ്പ്, അതായത് ശർക്കര പാനി ഈ ഒരു ചെറുപയറിലോട്ടേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പായസത്തിൽ അരിപ്പൊടി ചേർക്കുന്നത് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെറുപയറിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം അരിപ്പൊടി എടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ പായസം തയ്യാറാക്കുമ്പം അതിനനുസരിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ടേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പാലാണ്. കവർ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ടതില്ല. നമ്മൾ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അരിപ്പൊടി വല്ലാണ്ടങ്ങ് കട്ടയായി പോവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തു പറയാണ്, കവർ പാലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, തേങ്ങാപ്പാലല്ല. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കുറച്ചും കൂടെ ശർക്കര പാനിയാണ്. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമില്ലെങ്കിൽ ചേർക്കേണ്ടതില്ല. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വീണ്ടും കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയടിക്ക് പാല് ചേർക്കുന്നില്ല, കുറേശ്ശെയാണ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പായസത്തിന്റെ ആ ഒരു കട്ടിക്കനുസരിച്ചിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പായസം ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനി ചേർക്കുമ്പോൾ ഒന്ന് അരിച്ച് ചേർക്കണം കേട്ടോ. അപ്പം നമ്മുടെ പായസം ഇവിടെ തിളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് കട്ടിയുണ്ട് ഈ പായസത്തിന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുക്കറിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്കൊന്ന് വറുത്തിടാനുണ്ട്. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കശുവണ്ടിയോ അതല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തേങ്ങാക്കൊത്തിന്റെ കളറ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിത് പായസത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
നമ്മുടെ പായസം കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. പായസം കുറച്ചും കൂടെ കഴിയുമ്പം ഇച്ചിരി കൂടെ കുറുകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ ഒരല്പം കൂടെ പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ ചേർത്തതിന് ശേഷം ഇതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.